സലഫിന്റെ പ്രത്യേകതകൾ രേഖപ്പെടുത്തിയ കിതാബുകളിൽ കാണാം. ഉസ്മാൻ റളിയല്ലാഹു തആല തിങ്ങിയ താടിയുള്ള മനുഷ്യനായിരുന്നു. തിങ്ങിയ താടിയുള്ള മനുഷ്യനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തിങ്ങിയ താടികൾ മുഴുവൻ നനയുന്ന രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹു തആല കരയുമായിരുന്നു എന്ന സഹാബത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നു. കബർ കണ്ടിട്ട് ബാപ്പാന്റെ കബർ എത്ര പ്രാവശ്യം കണ്ടു? ഉമ്മാന്റെ കബറിന്റെ അടുക്കൽ പോയിട്ടില്ലേ? മക്കൾ മരണപ്പെട്ട ഉപ്പമാരുടെ കൂട്ടത്തിലില്ലേ? ഇവരെയൊക്കെ കബറിന്റെ ചാരത്ത് പോയി എന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പഠിച്ചോനെ, ഞാൻ പോയി കിടക്കുമ്പോൾ നിന്റെ കബറിലാണോ? ആരും ഇല്ലാത്ത സമയല്ലേ? എല്ലാ തോന്നിവാസത്തിലും കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാരെ കബറിന്റെ ചാരത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് പോകുമ്പോൾ അവന്റെ മനസ്സിൽ വിഷമം തരും. അത് മനസ്സിലാകുന്ന പ്രവാസികളായ സഹോദരങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് ഗൾഫിൽ പോകണം, നെടുമ്പാശ്ശേരിയിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്ന് എല്ലാവരും യാത്ര പറഞ്ഞിട്ട് അവൻ ആ എയർപോർട്ടിൽ